ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൊച്ചടുക്കളയിലാണ്. പക്ഷേ ഞാനൊന്ന് വെറൈറ്റി കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ വീടുകളിലെല്ലാം തന്നെ കുറച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ബാക്കി വരാറുണ്ടല്ലേ. ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിലും പുട്ടാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടാകും. നമ്മളിപ്പോൾ ചോറ് ബാക്കി വന്നാൽ വെള്ളം ഒഴിച്ച് വെക്കാം, പഴങ്കഞ്ഞി ആക്കാം. അതുപോലെ തന്നെ ഇഡ്ഡലി ആണെങ്കിലോ ദോശയാണെങ്കിലോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുമല്ലോ. ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ കറക്റ്റ് എണ്ണത്തിനായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സസ് വന്നാൽ എന്തൊക്കെ ചെയ്യാം? ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 5 ഐറ്റമാണ്. പക്ഷേ ഈ 5 ഐറ്റവും ഒരു ദിവസം തന്നെ ചെയ്യണമെന്നില്ല. ഒരു ദിവസം ഇഡ്ഡലി ബാക്കി വന്നാൽ എന്ത് ചെയ്യാം? ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. വേറൊരു ദിവസം ഇഡ്ഡലി ബാക്കി വന്നാൽ അതിൽ വേറൊരു കാര്യം ചെയ്യാം. അങ്ങനെ വിചാരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ 5 എണ്ണം ഒന്നിച്ച് കാണിക്കുന്നേ ഉള്ളൂ. 5 ടൈപ്പ് ഓഫ് ഇഡ്ഡലിയുടെ മേക്ക് ഓവറാണ്. അപ്പോൾ ഇഡ്ഡലി ബാക്കി വന്നാൽ എന്തൊക്കെ ചെയ്യാം? അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണുക. ഇഡ്ഡലി വെച്ചിട്ട് ഞാനൊരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇഡ്ഡലി വെച്ചിട്ടൊരു ചില്ലി ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്, ചൈനീസ് സ്റ്റൈൽ. പിന്നെന്താ, ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഞാനൊരു ഇഡ്ഡലി എഗ് മസാല ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം മെയിൻ ഫുഡാണ് കേട്ടോ. മെയിനായിട്ടുള്ള നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചില്ലി ഇഡ്ഡലിയൊക്കെ രാത്രി ഡിന്നറിനും പ്ലാൻ ചെയ്യാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൈഡ് ഇഡ്ഡലീസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉണ്ടാക്കാൻ പോണത്. സാധാരണ നമ്മൾ തൈര് വടയൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ തൈര് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തൈര് ഇഡ്ഡലി ഉണ്ടാക്കാൻ ബട്ടൺ ഇഡ്ഡലീസ് ഒന്നും വേണമെന്നില്ല. നമ്മുടെ ഇഡ്ഡലി ബാക്കി വന്നാൽ എന്ത് ചെയ്യാം? ആ കാര്യങ്ങളാണ് കാണാം. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇത് വെച്ചിട്ട് സാമ്പാർ ഇഡ്ഡലി ഉണ്ടാക്കാം, നെയ്യ് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇത്ര എക്സോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു 5 ഐറ്റം കാണിക്കുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഇനിയും ഒരു 5 ഐറ്റം നമുക്കതിൽ നിന്നും ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ തന്നെ വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുക 5 ഐറ്റംസ്. ഓക്കെ, ഇതൊരു കിച്ചൺ ടിപ്പായിട്ട് തന്നെ വേണമെങ്കിൽ വിചാരിച്ചോളൂ. പൊടിക്കൈയാണ്. നമുക്ക് ഇഡ്ഡലി ബാക്കി വന്നാൽ എന്ത് ചെയ്യാം? ഓക്കെ, ഓരോന്നോരോന്നിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ കാര്യം കാണിച്ചു തുടങ്ങാൻ പോണു. അപ്പോൾ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അത് ഈ 5 ഇഡ്ഡലി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു ഉപ്പുമാവ്. അപ്പോൾ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി തുടങ്ങി 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ തോരൻ പരിപ്പും കൂടി ചേർക്കുന്നു. 4 വറ്റൽമുളക് മുറിച്ച് ചേർക്കാം. കറിവേപ്പില എല്ലാം പാകത്തിന് മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു സവാള, മീഡിയം സവാളയായിരുന്നു, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വാടി തുടങ്ങി, സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം. ഇനി ഒരല്പം നെയ്യും കൂടി ചേർക്കുന്നു. ഇത് ഉപ്പുമാവായതുകൊണ്ട് ഇതൊരു ആഡഡ് ഫ്ലേവർ കൊടുക്കും. ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ നല്ല ശുദ്ധമായ പശുവിൻ നെയ്യും കൂടി ചേർക്കാം. നിർബന്ധമില്ല, പക്ഷെ ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവും. വീണ്ടും ഒന്ന് വഴറ്റി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ നന്നായി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, നല്ലതായിട്ട് വാടി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നു. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് ഗ്രീൻ പീസാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ഞാൻ ചേർക്കുന്നത്. പക്ഷേ വേവിച്ച ഗ്രീൻ പീസ് ചേർത്താലും കുഴപ്പമില്ല, അല്ലാണ്ട് ഫ്രഷ് അല്ലാത്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇച്ചിരി ഉപ്പ്, വീണ്ടും ഒന്ന് വഴറ്റി യോജിപ്പിക്കുന്നു. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലിയുടെ കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ്. തവി കൊണ്ട് ഒന്നുകൂടി ഒന്ന് കൊത്തി കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ദേ ഇതുപോലെ ഒരു സ്റ്റീൽ കപ്പ് എടുത്തിട്ട് അതിൻ്റെ അറ്റം നല്ല ഷാർപ്പ് എഡ്ജുള്ള സ്റ്റീൽ ഗ്ലാസ്, എന്നിട്ട് ഇങ്ങനെ കുത്തി 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 ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ചെറിയ പീസസ് ആയിട്ട് അത് പൊടിഞ്ഞ് വരും. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. 1/4 മുതൽ, അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഈർപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കും. ഇച്ചിരി ഉപ്പ്, ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയുടെ ഭാഗം ഒഴിവാക്കണ്ട. 1/2 മുതൽ 3/4 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. ഒരു 2 മിനിറ്റ് വഴറ്റിക്കൊണ്ടേയിരിക്കണം. നോക്കി, അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയില്ലേ. ഇത് കണ്ടാൽ പോലും പറയില്ല, കഴിച്ചാലും പറയില്ല ഇത് ഇഡ്ഡലി കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവാണെന്ന്. എക്സലൻ്റ് ആണ്. എന്താ പറയുക, അവൽ കൊണ്ടുണ്ടാക്കുന്ന പോഹ ആ ഒരു ടൈപ്പ് ഓഫ് ഐറ്റം പോലെ ഇരിക്കുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ്, ഇഡ്ഡലി ഉപ്പുമാവ് റെഡി. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നു. ഇനി അടുത്തത് ഇഡ്ഡലി എഗ് മസാല ഉണ്ടാക്കാൻ പോവാണ്. 5 ഇഡ്ഡലി മുറിച്ച് വെച്ചിട്ടുണ്ട് സ്ക്വയർ പീസസ് ആയിട്ട്.
ഇനി പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം നിർബന്ധമില്ല. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എല്ലാം പൊട്ടി തുടങ്ങി. 4 വറ്റൽമുളക് മുറിച്ചിടാം. കറിവേപ്പില. ഇനി ചതച്ച കാര്യങ്ങളാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ പച്ചമുളക് സ്ലൈസസ് ആയിട്ട് മുറിച്ചത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ടെൻഡറായി, കളറൊക്കെ ചെറുതായി മാറി തുടങ്ങുന്നു. ഇനി 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നു. നന്നായിട്ട് വഴറ്റുന്നു. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് അങ്ങനെ ഒരു പിങ്ക് കളറായി സോഫ്റ്റായി വന്നു കഴിഞ്ഞു, ടെൻഡറായി. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റി ഒന്ന് മൂപ്പിക്കാം. ഇനി 1 ടീസ്പൂൺ നിറച്ചെടുത്ത് കുമിച്ചെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ നിറച്ച പിരിയൻ മുളകിൻ്റെ പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ നിറച്ചെടുക്കണം, കുമിച്ച. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വഴറ്റി മൂപ്പിക്കുന്നു. 2 വലിയ ടൊമാറ്റോ ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചതും ചേർക്കാം. നന്നായി വഴറ്റി ഇതെല്ലാം ഒന്ന് വാടി, ടൊമാറ്റോ ഒക്കെ വാടി കുഴഞ്ഞ് തുടങ്ങുന്നു. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. നന്നായി ഒന്ന് വഴറ്റാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. ഇപ്പോൾ നോക്കിയാൽ വഴറ്റി ഇപ്പോൾ ഏതാണ്ട് ഒരു കുഴമ്പ് രൂപത്തിലായി കഴിഞ്ഞു. ടൊമാറ്റോ ഒക്കെ കുഴഞ്ഞ് വരികയാണ്. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നു. ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും വേണം, എന്നാലേ എല്ലാം ബാലൻസ് ആകുള്ളൂ. ഹാഫ് ടീസ്പൂൺ. ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർക്കുന്നു. ഇതും ഫ്രഷ് ഗ്രീൻ പീസാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പട്ടാണി പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വേവിച്ചെടുത്താലും മതി. നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇനി കുറച്ച് വെള്ളം ചേർക്കുന്നു. ഒരു 3/4 കപ്പ് വെള്ളം. വീണ്ടും മിക്സിങ്. ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി പൗഡറും കൂടി ചേർക്കുന്നു. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലേക്ക് പോകും. ഇനി നല്ലൊരു മിക്സിങ്. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 2 മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചിടാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നല്ല ചൂടായി കിടക്കില്ല. അപ്പോൾ ഒരു മിക്സിങ് അത്രേ ആവശ്യമുള്ളൂ. ഇഡ്ഡലിയുടെ കഷ്ണങ്ങൾ കൂടി ചേർക്കുന്നു. സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ മുറിച്ച് വെച്ച്. 5 ഇഡ്ഡലി ഉണ്ടായിരുന്നു. നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും. നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇതിനൊരു കുഴഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ചേർക്കുക. കുറച്ച് ചൂടുവെള്ളം മാറ്റി വെച്ചിരുന്നാൽ മതി. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഈ ഒരു പാകം. എല്ലാം ഇങ്ങനെ മസാല ഇഡ്ഡലിയുടെ പീസസിൽ പൊതിഞ്ഞിരിക്കണം. ഫൈനലായിട്ട് ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കും. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. കറക്റ്റ് പാകം. അങ്ങനെ ഇഡ്ഡലി എഗ് മസാല റെഡി. ഇനി മുട്ടയുടെ ഭാഗം മാറ്റി വെച്ചാൽ ഇഡ്ഡലി മസാല റെഡി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്രൈഡ് ഇഡ്ഡലീസ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ ചൂടാക്കാം. ഇത് വെളിച്ചെണ്ണയല്ല കേട്ടോ, സാധാരണ റിഫൈൻഡ് ഓയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാര്യം ഇതേ എണ്ണ നമുക്ക് ഇനിയും വേണം ഇഡ്ഡലി വറുക്കാനായിട്ട്. ഇഡ്ഡലി പീസസ് ഇട്ട് കൊടുക്കാം. ഇത് 4 ഇഡ്ഡലി സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ട് ഇടാവുള്ളൂ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. നന്നായിട്ടൊന്ന് വറുത്ത് കോരാം. നല്ല ക്രിസ്പി ഗോൾഡൻ കളറായിട്ട് വന്നു കഴിഞ്ഞു. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാൻ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് മുളകാപ്പൊടി എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ദോശയുടെയൊക്കെ പൊടിയാണ്, അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഇഡ്ഡലി പൊടിയും കൂടി ഇടുന്നു. അത് ആവശ്യാനുസരണം ഇടാം കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ള ഒരു സ്പൈസിനെസ് കിട്ടിയാൽ മതി. ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് കിട്ടണം, അത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം എണ്ണയും കൂടി, ആ വറുത്ത എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണയും കൂടി വീണ്ടും കുറച്ച് ഒഴിക്കുന്നു. ഇതിലിങ്ങനെ ആ എണ്ണയിലിങ്ങനെ പൊതിഞ്ഞ് അത് ഈ പൊടി ഇതിലേക്ക് മിക്സായി കിട്ടാനാണ്. ചൂടോടുകൂടി നമ്മൾ ആ വറുത്ത് വരുമ്പോൾ തന്നെ ഇടുമ്പോൾ കുറേയൊക്കെ അതിൽ പറ്റി പിടിക്കും. പോരാതെ വരുന്ന എണ്ണ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. റെഡി, സംഭവം റെഡിയായി കഴിഞ്ഞു. ഫ്രൈഡ് ഇഡ്ഡലീസ്, നല്ല ക്രിസ്പി ഫ്രൈഡ് ഇഡ്ഡലീസ്. പുറമേ ക്രിസ്പി, എൻ്റെ ഉള്ളിൽ ഇച്ചിരി സോഫ്റ്റും ആയിരിക്കും. റെഡിയായി കഴിഞ്ഞു. നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം.
നോക്കിക്കോളൂ, അതും പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ ഫ്രൈഡ് ഇഡ്ലീസ്. ഇനി അടുത്തത് ചില്ലി ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചൈനീസ് സ്റ്റൈൽ. ഇതൊരു 5 ഇഡ്ഡലി സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്തില്ലേ ഇഡ്ഡലി, അതേ എണ്ണ തന്നെ വീണ്ടും ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുവാണ്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഈ ഇഡ്ഡലി പീസസും കൂടി, സ്ക്വയർ പീസസും കൂടി ഇതുപോലെ തന്നെ വറുത്ത് കോരാം. നേരത്തെ വറുത്തതിൻ്റെ അത്രയും ക്രിസ്പി ആയിട്ട് അത്രയും ബ്രൗൺ ആകണ്ട, ക്രിസ്പി ആകണം, പുറമേ അകത്ത് സോഫ്റ്റ് ആയിരിക്കും വേണം. ഇത് ഈ ഒരു രീതിയിൽ വറുത്ത് കോരാം. ഇനി പാനിലേക്ക് ആ ചൂടെണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് ഒഴിക്കാം. 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കഴിഞ്ഞു. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കുന്നു. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 2 മീഡിയം സവാള അരിഞ്ഞത് സ്ക്വയർ പീസസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, ചെറുതായിട്ടല്ല. സവാളയൊക്കെ ഒന്ന് ടെൻഡർ ആകണം, ഒന്ന് സോഫ്റ്റ് ആകണം, ബ്രൗൺ ഒന്നും ആകണ്ട. ഇനി ഒരു ചെറിയ ക്യാപ്സിക്കം ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചതാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റ് എല്ലാം കൂടി കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഇനി ടൊമാറ്റോ സോസ് ആവശ്യാനുസരണമാണ്, നമ്മളിങ്ങനെ കുറേശ്ശെ ചേർത്താലും മതിയാകും. ആദ്യം ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും ചേർക്കുന്നു. വഴറ്റി കൊടുക്കാം. കുറച്ചുകൂടി ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നു, 1 ടേബിൾ സ്പൂണും കൂടി. വീണ്ടും കുറച്ച് സോയാ സോസ്, എഗെയിൻ ഒരു 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ ടോട്ടലായിട്ട് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് വേണം. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇത് പച്ച നിറത്തിലെ ചില്ലി സോസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ തന്നെ റെഡ് കളർ കിട്ടും, അതായാലും മതി. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എല്ലാം സെക്കൻഡ്സ് ആണ് കേട്ടോ. വഴറ്റുക എന്ന് പറയുമ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട, 2-3 സെക്കൻഡ് മതി. ഇനി വീണ്ടും കുറച്ച് ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കുന്നു. വേണമെങ്കിൽ ഇനിയും ചേർക്കാം, 1-2 ചേർത്താലും തെറ്റില്ല. അങ്ങനെ ടോട്ടലായിട്ട് ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തു. 4 എന്നുള്ളത് 6 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം, ചൂടുവെള്ളം. വഴറ്റി യോജിപ്പിക്കാം. ഇനി എല്ലാം കൂടി കിടന്ന് ഒന്ന് തിളയ്ക്കട്ടെ, ഒരു 2 മിനിറ്റ്. നല്ല തിളയൊക്കെ വന്നു കഴിഞ്ഞു. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണേ. ഇനി കുറച്ച് കോൺഫ്ലവർ കലക്കിയ വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തതാണ്. അപ്പോൾ കുറച്ചൊന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കലക്കിയെടുത്തതാണ്. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നോക്കിയേ, ഒന്ന് കുറുകി വരുന്നുണ്ടോ. ഇനി ഇതിലേക്കാണ് വറുത്ത് വെച്ചിരിക്കുന്ന ആ ഇഡ്ഡലിയുടെ പീസസ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വന്നു കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ 1 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ പച്ച ചുവ മാറണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ വേണമെങ്കിലും ചേർക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് പച്ച ചുവ മാറാനായിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനാണ്. എത്രത്തോളം അതിനൊരു ചാറ് വേണം അതനുസരിച്ച്. ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊരു കുഴമ്പ് പാകത്തിനായിട്ടുണ്ട്. ഓക്കെ, ഒരു ചില്ലി പനീർ പോലെ ഇരിക്കുന്നില്ലേ. ഇഡ്ഡലിയാണ്, ചില്ലി ഇഡ്ഡലിയാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ചില്ലി പനീറാണെന്നേ തോന്നുള്ളൂ. ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗംഭീരം. ആഹാ. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നു. ചില്ലി ഇഡ്ഡലിയും റെഡി. എല്ലാം വളരെ ഫാസ്റ്റാണ് കേട്ടോ, പെട്ടെന്നാകും. ഇനി അടുത്തത് തൈര് ഇഡ്ഡലിയാണ് ചെയ്യാൻ പോണത്. നോക്കിക്കോളൂ, അധികം പുളിയില്ലാത്ത തൈര് ഉടച്ചെടുക്കുന്നു. ടോട്ടലായിട്ട് 2 കപ്പ് നല്ല കട്ട തൈരുണ്ടായിരുന്നു, അത് നന്നായിട്ട് ഉടച്ച് റെഡിയാക്കി എടുത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് 2-3 സ്റ്റേജായിട്ട് കുറേശ്ശെ ചേർത്താലും മതി. എന്തായാലും ഇത് രണ്ടും കൂടി ചേർന്ന് നല്ല കുറുകിയ രീതിയിൽ ഈ ഒരു പാകത്തിന് തന്നെ കിട്ടണം. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് തിക്കുമല്ല. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മിക്സിങ്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു താളിപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനം കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കുന്നതാണ് നല്ലത്.
എണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പൊട്ടി തുടങ്ങി. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് പാകത്തിന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, ഒരു 2 പച്ചമുളക് വലുത് ചെറുതായി അരിഞ്ഞതും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. നന്നായി മൂത്ത് വരുന്നുണ്ട്. ഒരു 5 വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. കുറച്ചേറെ കറിവേപ്പിലയും. എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. ഇപ്പോൾ നോക്കിയേ, എല്ലാം കൂടി ആ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കറക്റ്റായിട്ട് മൂത്ത് തുടങ്ങി. കളറെല്ലാം മാറി തുടങ്ങി. ഇത്രയും മതി. തീ ഓഫ് ചെയ്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച് തൈര് പാല് മിശ്രിതത്തിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ച് ഇഡ്ഡലിയുടെ പീസസ്, ഒരു 4 വലിയ ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു, അത് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചതും കൂടി ചേർക്കുന്നു. നന്നായൊരു മിക്സി. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇച്ചിരി ഉപ്പ് വേണം, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഫൈനലായിട്ട് കുറച്ച് അരിഞ്ഞ മല്ലിയില. ടേസ്റ്റ് ചെയ്യട്ടെ. പെർഫെക്റ്റ്, അടിപൊളി. ഇതിൻ്റെ സ്വാദിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ വെറുതെ പറയുന്നതല്ല, ഗംഭീര സ്വാദാണ്. വെരി യമ്മി. എനിക്ക് തോന്നുന്നു തൈരുവടയെക്കാട്ടിലും ഒരുപടി മേളിൽ നിൽക്കും. പിന്നെ താളിപ്പിൻ്റെ കുറച്ച് ആ പാനിൽ ഉണ്ടായിരുന്നു, കുറച്ച് പറ്റി ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ആക്ച്വലി പറഞ്ഞാൽ താളിപ്പിൻ്റെ കുറച്ച് മാറ്റി വെച്ചാൽ നമുക്ക് ഇതുപോലെ പ്രസൻറ്റേഷനായിട്ട് അവസാനം മുകളിലിട്ട് കൊടുക്കാം. ആദ്യം ഇടുന്ന കൂടാണ്ട്. ഞാൻ താളിക്കുന്ന സമയത്ത് ആക്ച്വലി പറഞ്ഞാൽ ഒരുപാടൊന്നും മാറ്റി വെച്ചില്ല, ഇച്ചിരി അതിനകത്തുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ എൻ്റെ മുകളിലായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് താളിക്കുന്ന സമയത്ത് ഇച്ചിരി മാറ്റി വയ്ക്കുക. എന്നിട്ട് ഏറ്റവും ടോപ്പ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട്. എല്ലാ കാര്യങ്ങളും റെഡി. 5 വിഭവങ്ങളാണ് നമ്മൾ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഉപ്പുമാവ്, ഇഡ്ഡലി ഉപ്പുമാവ്, ഇഡ്ഡലി, ഫ്രൈഡ് ഇഡ്ഡലീസ്, ചില്ലി ഇഡ്ഡലി, പിന്നെന്താ കേർഡ് ഇഡ്ഡലി ആൻഡ് മസാല ഇഡ്ഡലി. എല്ലാം എളുപ്പമുള്ള റെസിപ്പീസാണ്. ഓരോ ദിവസം ഓരോന്നായിട്ട് ചെയ്യുക. ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം മാറി മാറി ഏതെങ്കിലും ഒരു ഐറ്റം എക്സ്ട്രാ ഉണ്ടാക്കുക. ബാക്കി വരുന്ന ഇഡ്ഡലി ഉണ്ട്. അങ്ങനെ ഒരു മാജിക് പോലെ നമുക്ക് 1 2 3 4 5 ഐറ്റംസ് റെഡി ആയി കഴിഞ്ഞു. ഇനി അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോകണം. അപ്പോൾ ഞാൻ കൊച്ചു ബൗൾ എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ഒരു പ്ലേറ്റിൽ വേണ്ടല്ലോ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. എടുത്ത് തുടങ്ങാം. ക്രിസ്പി കാര്യമാണ് ആദ്യം. അത് ഇതിൽ നിന്ന് തന്നെ എടുക്കാം. ഓക്കെ, എത്രത്തോളം ക്രിസ്പി ആയിട്ട് വറുക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. എങ്ങനെ വേണമെങ്കിലും ആകാം. ഇത് അത്ര ക്രിസ്പി ആണെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയാണ്. ഈ അത്യാവശ്യം സ്പൈസിയാണ്. ആ മുളകാപ്പൊടിയുടെ കൂട്ടിങ്ങും കരുകരിപ്പുണ്ട്. ഉള്ളു സോഫ്റ്റാണ്. യമ്മി അടിപൊളിയാണ്. നമ്മുടെ ഫ്രൈഡ് ഇഡ്ഡലീസ്, ഇഡ്ഡലി ഉപ്പുമാവ്, ഗ്രീൻ പീസും ക്യാരറ്റും എല്ലാം ഉണ്ട്. ഹെൽത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി, വെരി വെരി ടേസ്റ്റി. നമ്മൾ പോഹ വെച്ചൊക്കെ ചെയ്യില്ലേ, അവൽ വെച്ചിട്ടൊക്കെ, അത് മാതിരിയുണ്ട്. ഇഡ്ഡലിയാണെന്ന് അറിയുകയില്ല. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ നല്ലതായിരിക്കും ടിഫിനിൽ. ഇതിൽ ഒരു കുറവേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. കപ്പലണ്ടി, താളിക്കുന്ന കൂട്ടത്തിൽ കപ്പലണ്ടി കൂടി ഇട്ടാൽ എക്സലൻറ്റ്. നിർത്താനേ തോന്നുന്നില്ല. കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്തില്ല, അത് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. സൂപ്പർബ്. ഇതൊരു അടിപൊളി 4 മണി വിഭവമായിട്ടാകാം. ഇതൊരു ടിഫിൻ ഐറ്റം ആക്കാം, എങ്ങനെ വേണമെങ്കിൽ. നമ്മുടെ എഗ് മസാലയാണ്. ഇഡ്ഡലി എഗ് മസാല. കാണുമ്പോൾ അറിയാലോ എന്താണ് സംഭവം. ഇതിങ്ങനെ മസാലയിൽ പൊതിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നു. കഴിച്ചു വരുമ്പോൾ നല്ല സോഫ്റ്റ്, അത്യാവശ്യം സ്പൈസി. വേറെ എന്തോ ഒരു വിഭവം നമ്മൾ കഴിക്കുന്ന പോലെ ഉണ്ടാവും. ഇഡ്ഡലിയാണെന്ന് തോന്നില്ല. നമ്മൾ സാധാരണ ഇഡ്ഡലി ചമ്മന്തി സാമ്പാർ കഴിക്കുന്ന പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇത് ഞാനൊരു ഇച്ചിരി നോർത്ത് ഇന്ത്യൻ ഫ്ലേവറും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ കസൂരി മേത്തി ഇട്ടതുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ട്. എക്സലൻ്റ് ആണ്. നമ്മുടെ ചൈനീസ് സ്റ്റൈലിലാക്കിയിരിക്കുന്ന ചില്ലി ഇഡ്ഡലി. വേറെ എന്ത് വേണം, ഇഡ്ഡലി മാത്രം മതി. ക്യാപ്സിക്കം ഒക്കെ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം, അത്രേ ഉള്ളൂ.
നൈസ് ഒന്നല്ല, എക്സലൻ്റ് ആണ്. നമ്മുടെ പനീർ മഞ്ചൂറിയനൊക്കെ കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊരു സൈഡ് ഡിഷല്ല, ഇതൊരു മെയിൻ ഡിഷാണ്. അപ്പോൾ മെയിൻ ഡിഷായിട്ട് തന്നെ നമുക്കിങ്ങനെ കഴിക്കാം. മൈ ഫേവറേറ്റ് വരുന്ന ഫസ്റ്റും ലാസ്റ്റുമാണ് എൻ്റെ ഫേവറേറ്റ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫ്രൈഡ് വൺ. എല്ലാം ഈക്വലി ഗുഡാണ്, എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. തൈര് ഇഡലി, തൈര് വടയെ വെല്ലുന്നതായിരിക്കും നമ്മുടെ തൈര് ഇഡലി. നിറച്ചിങ്ങനെ തൈരും പാലും ഒക്കെ ഒഴിച്ച് കുറേ ഇത് ഉണ്ടാവണം കേട്ടോ, ഗ്രേവി. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. എല്ലാം കഴിച്ചിട്ട് കൂളിംഗ് ആയിട്ട്. തൈര് ഇഡലി അടിപൊളിയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറേ കൂടെ എക്സലൻ്റ് ആയിരിക്കും. ഇഡലി ഇട്ടിട്ട് തണുപ്പിക്കരുത്, ആ തൈരും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്ന വയ്ക്കുന്നില്ലേ, അതൊന്ന് തണുപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല ചൂട് ഇഡ്ഡലി തന്നെ. ഇഡ്ഡലി ബാക്കി വരുമ്പോൾ ചൂടുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതി. ഒന്നുകൂടി ചൂടാക്കിയിട്ട് മുറിച്ചിട്ടാലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മുറിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ആഹാ. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത്? ഞാൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും നിങ്ങളുടെ സെലക്ഷൻ ഏതാണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. നിങ്ങൾ ഇതിൽ ഏത് ഈ 5 ഐറ്റത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ഏതാണ്? 5 ഇഷ്ടപ്പെട്ടുള്ളൂ. 5 ഉണ്ടാക്കി നോക്കുക. പല പല ദിവസങ്ങളായിട്ട് വീട്ടിലൊരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉള്ള ദിവസം ഇതിലേതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും ബാക്കി വരുമല്ലോ, എന്നിട്ട് ഇതും കൂടി ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അധികം പുളി ഉണ്ടാവരുത് തൈരിന്. തൈരും പാലും ഞാൻ കാണിച്ച പോലെ ഉള്ള അനുപാതത്തിൽ ചേർത്താൽ മതി. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കഴിക്കാം. ഇതും നിർത്താനേ തോന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. Keep on watching Lakshmi Naya Vlogs. Love you all.